പ്രമേയ അവതാരകൻ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ്. ഞാൻ അത് ഓരോന്നും എണ്ണി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വ്യക്തമാക്കാം. അത് കേൾക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ ഇങ്ങനെ തുടർച്ചയായ മദ്യനയം അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം പോലും ആലോചിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കി. മദ്യനയം ആവിഷ്കരിക്കുന്നത് എക്സൈസ് വകുപ്പാണ്. എക്സൈസ് മന്ത്രി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന ചർച്ചയിലൂടെയാണ്. ആ ചർച്ച അതിന്റെ തീയതി പോലും ആലോചിച്ചിട്ടില്ലാത്ത കാലത്താണ് ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ആ വാർത്തകളെ തുടർന്നാണ് ഇത്തരമൊരു വോയിസ് ക്ലിപ്പും വന്നിട്ടുള്ളത്. ഇതില് ഇപ്പൊ അടുത്ത ദിവസമാണ് തീയതി നിശ്ചയിച്ചത്. ജൂൺ 12, 13 തീയതികളിൽ ആദ്യ ഘട്ടം പുതിയ മദ്യനയം ആവിഷ്കരിക്കുന്നതിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം ചമയ്ക്കുകയാണ് എന്നത്. ഞാൻ ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ടൂറിസം ഡയറക്ടറുടെ യോഗത്തെക്കുറിച്ചും ചീഫ് സെക്രട്ടറിയുടെ യോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ പത്രക്കുറിപ്പ് കൂടെ വായിച്ചു. എന്താണതിൽ പറഞ്ഞത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ വന്നതാണ്. എത്രയോ കാലമായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതല്ലേ? എത്രയോ കാലമായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ആവശ്യങ്ങൾ. ഇനി ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു ആരോപണം ടൂറിസം വകുപ്പ് മദ്യനയത്തിൽ ഇടപെട്ടു എന്നതാണ്. ഞാനതിൻ്റെ അധിക്ഷേപം, പരിഹാസം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വസ്തുതകളിലേക്ക് മാത്രം വരാം. ടൂറിസം വകുപ്പ് ഇടപെട്ടു എന്നുള്ളതാണല്ലോ ആക്ഷേപം. സർ, ടൂറിസം ഇൻഡസ്ട്രിയും മദ്യവ്യവസായവും തമ്മിൽ ഏത് കാലത്താണ് സർ ബന്ധമില്ലാത്തത്? എല്ലാ സർക്കാരുകളും ആ ബന്ധം കണക്കിലെടുത്തിട്ടല്ലേ നയം ആവിഷ്കരിച്ചിട്ടുള്ളത്? ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിക്കുന്നത് 2015 മാർച്ച് 17 അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം ഈ സഭയിൽ ഇപ്പോഴും ഉള്ളയാളാണ്, അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ്. സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്പർ 152. സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി